ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഗ്യാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഒരു റിപ്പോർട്ട്. ഈ മാസം 20 വരെ 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്ന പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 5 മാസത്തിനുള്ളിൽ മോദിയും UAE പ്രസിഡന്റുമായുള്ള രണ്ടാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. ഊർജ്ജ സഹകരണം, പരസ്പരം താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എറ്റിനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇതു സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്നുച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLAമാർ വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നേതാവ് N രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ K കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5ാം തവണയാണ് N രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ CBI അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റു 2 പേരെ ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. അസമിൽ ഈ മാസം 26-ന് ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഈ മാസം 21 മുതൽ 26 വരെ നടക്കുന്ന അസം നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLAമാർ സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രിയായി 2ാം വട്ടം അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന 3ാമത്തെ സംസ്ഥാനമായി അസം മാറും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ഈ മാസം 24-ന് ശേഷവും CBIയുടെ ഡയറക്ടറായി പ്രവീൺ സൂദിനെ നിയമിക്കുന്നതിന് മന്ത്രിസഭയുടെ നിയമന സമിതി അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും പശ്ചിമബംഗാൾ സർക്കാർ പിൻവലിച്ചു. മുൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ BJP വാഗ്ദാനം ചെയ്തിരുന്നു.
മുൻ സർക്കാരിന്റെ കാലത്തെ അധ്യാപക മുനിസിപ്പൽ കോ ഓപ്പറേറ്റീവ് സർവീസ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ സിബിഐക്ക് കൈമാറി. അഴിമതിയോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. മമതാ ബാനർജി സർക്കാർ വിരമിക്കലിന് ശേഷം കരാർ അടിസ്ഥാനത്തിൽ വീണ്ടും നിയമിച്ച ജീവനക്കാരുടെ സേവനം റദ്ദാക്കി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ സുസ്ഥിരമായ വളർച്ച കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സാമ്പത്തിക, ഊർജ്ജ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി എത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സഹകരണം വളരെ വിലപ്പെട്ടതാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. The last few years have seen a steady and sustained growth in our bilateral partnership. Its economic and energy dimensions have become more pronounced. Our political cooperation is even more valuable in an uncertain and volatile global environment. We have expanded our collaboration in science and technology. The mobility of talents and skills has acquired greater salience, and our interest in ensuring better connectivity is deeper. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86%, ആൺകുട്ടികളേത് 82.13%. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിലുള്ളത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന് തെക്കുള്ള പ്രദേശങ്ങളിലും ദക്ഷിണ ലബനനിലും ഹൈവേയിലെ വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ മാസം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് സംഘർഷം തുടരുന്നത്. പ്രശ്നപരിഹാരത്തിനായി ലബനൻ ഇസ്രയേൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പുതിയ ചർച്ച വാഷിംഗ്ടണിൽ നടക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ദിവസത്തെ ചൈന സന്ദർശനത്തിനായി ബീജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധി, വ്യാപാര സംഘർഷങ്ങൾ, തായ്വാൻ നിർമ്മിത ബുദ്ധി എന്നിവ ചർച്ച ചെയ്യും. വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര അനിശ്ചിതത്വത്തിനിടയിൽ ലോകത്തിലെ 2 വൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കുന്നതിനുള്ള നിർണായക ശ്രമമാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16ഓടെ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ഗ്യാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 കിലോഗ്രാം സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് നടന്ന മത്സരങ്ങളിൽ ആകെ 194 കിലോഗ്രാം ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെട്ടത്. 193 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ബംഗളൂരു 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 വിമാനങ്ങളിലായി 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഗ്യാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.